ഈ മധ്യ കേരളത്തിലും വലിയ കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് കൊച്ചിയിലും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് വ്യത്യാസം 80ലേക്ക് എത്താൻ അത് മാത്രമേ ഉള്ളൂ പോളിംഗ് ശതമാനത്തിൽ. വലിയ പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പിന്നിൽ? ഗുഡ് മോർണിംഗ് മോത്തി. എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 8 മണ്ഡലത്തോളം 80-ന് മുകളിലേക്ക് ആ പോളിംഗ് പോയിരിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ പോളിംഗ് ശതമാനം വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ പൂർണ്ണമായും വിലയിരുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ SIR നടപ്പാക്കിയ ശേഷമുള്ള വോട്ടർ പട്ടികയ്ക്ക് വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മരിച്ചുപോയവരൊക്കെ മാത്രമാണ് ഈ വോട്ടർ പട്ടികയിലുള്ളത്. മറ്റ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് പോലെ പല സ്ഥലത്തില്ലാത്തവർ, നാട്ടിലില്ലാത്തവർ, മരിച്ചുപോയവർ, അവരുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൽ 81%-ലേറെയാണ് ഇപ്പോഴത്തെ പോളിംഗ്. പക്ഷേ അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് 1,52,000-ൽ പരം പേർ മാത്രമാണ്. കഴിഞ്ഞ തവണ അതിലേറെ ആളുകൾ ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ശതമാനവും ഇപ്പോഴത്തെ ശതമാനവും വച്ചുകൊണ്ട് നമുക്ക് ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയില്ല. കാരണം വോട്ട് ചെയ്തവർ എത്ര എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പല മണ്ഡലങ്ങളിലും ഈ പോളിംഗ് ശതമാനമൊക്കെ ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ അത്രയും കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ടർമാർ ചിലപ്പോൾ ബൂത്തിലെത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വോട്ട് ചെയ്യാൻ എത്തിയവർ 2021-ൽ ചിന്തിച്ചതുപോലെ ആണോ 2026-ൽ ചിന്തിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. പ്രകടമായ ഒരു തരംഗം ഉണ്ടായിരുന്നു എന്നാണ് UDF അവകാശപ്പെടുന്നത്. ആ തരംഗം സർക്കാർ വിരുദ്ധമാണ്, അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ മധ്യ കേരളത്തിൽ കാര്യങ്ങൾ മാറി മറിയാൻ പോവുകയാണ്. മധ്യ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട് മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലയെടുത്താൽ 62 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ കോൺഗ്രസിന് ഏറ്റവും വിശ്വാസമുള്ളത് എറണാകുളമാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് എറണാകുളത്ത് നിന്നാണ്. ആ എറണാകുളം എത്തുമ്പോൾ ഇപ്പോൾ ഭരിക്കാനുള്ള ഭൂരിപക്ഷം 70 കഴിയും UDF എന്നാണ് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടിരിക്കുന്നത്. ആ 14 സീറ്റിൽ കഴിഞ്ഞ തവണ 5 സീറ്റാണ് LDF-ലേക്ക് പോയത്. അതിൽ 2020-യുടെ സാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഇത്തവണ 2020 NDA-യുടെ ഭാഗമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ 2020-ക്ക് പോയ നിഷ്പക്ഷ വോട്ടുകൾ തിരിച്ചത് UDF-ലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മറ്റൊരു ജില്ല കോട്ടയമാണ്. UDF പ്രതീക്ഷ വയ്ക്കുന്നത് അവർക്ക് വേരോട്ടമുള്ളൊരു ജില്ലയാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ടയവും എറണാകുളവുമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണ ഈ UDF-ന് മധ്യ കേരളത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനപ്പുറത്ത് പാലക്കാട്ടിലെയും തൃശ്ശൂരിലെയും ആലപ്പുഴയിലെയും ഒക്കെ തന്നെ കാറ്റ് മാറി വീശും. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കുന്നു, അതൊരു വലിയ എഫക്റ്റായിട്ട് മാറുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു വലിയ തരംഗമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം തങ്ങൾക്ക് കിട്ടും എന്നതാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം UDF-ലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിലാണ് അവർ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ അവർക്ക് പലയിടത്തും ഉണ്ടാക്കാൻ കഴിയുക. ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോയാൽ അത് NDA-യിലേക്കും കുറച്ചധികം UDF-ലേക്കും പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF പ്രതീക്ഷിക്കുന്ന പോലെയുള്ള വലിയൊരു കാറ്റ് അവർക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അവർക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല യുവതീ പ്രവേശന കാലത്ത് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു പ്രത്യേകത, അവിടെ സമരം നയിക്കാൻ BJP-യും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വോട്ട് വന്നപ്പോൾ അത് കൃത്യമായി പോൾ ചെയ്തത് UDF-ന് അനുകൂലമായിട്ടാണ്. ആ ഒരു എങ്ങനെയായിരിക്കും, ആർക്ക് അനുകൂലമായിരിക്കും എന്ന കാര്യം നിലവിൽ പറയാൻ പറ്റില്ല എന്നാണ് ബിനിൽ പറയുന്നത്. ശരിയാണ്. പക്ഷേ ഓരോ മുന്നണികൾക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയെടുക്കാനെന്ന് തോന്നുന്നു.